അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാനിത് ഇപ്പം നിൽക്കുന്നത് മൈസൂർ റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടുത്തെ ദസറ കാണാൻ വന്നതാണ്. ഇന്നിവിടെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ ഇന്നാണ് നമ്മുടെ ഡ്രോൺ ഷോയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇന്നലെ ഇന്നും ആയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് അതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ഭക്ഷണം കഴിക്കാം. ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ രാവിലെ സമയം 9:30 കഴിഞ്ഞു. അപ്പം ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് ആ പാസ് പോയിട്ട് വാങ്ങിക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട്. മൈസൂർ റെയിൽവേ സ്റ്റേഷനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഞാൻ എപ്പോൾ വരുന്ന സമയത്തും ട്രെയിൻ അല്ല വരുന്നതെങ്കിൽ കൂടെ ഇവിടെ മൈസൂർ റെയിൽവേ സ്റ്റേഷനിലൊന്ന് വരും. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളിലൊന്നാണ് ഈ ഒരു മൈസൂർ റെയിൽവേ സ്റ്റേഷൻ. ഞാൻ മുന്നേ മൈസൂരിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒരു ദിവസം മൈസൂർ വന്ന് എവിടെയൊക്കെ പോകാമെന്ന്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. നമ്മൾ രാവിലെ കഴിക്കാൻ പോകുന്നത് മൈലാരി മസാല ദോശയാണ്. ഇവിടെ മൈസൂരിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മസാല ദോശയാണത്. 9 ദിവസം നീളുന്ന ദസറ ഫെസ്റ്റിവലിന്റെ സമാപനം എന്ന് പറയുന്നത് 1-ാം തീയതിയും 2-ാം തീയതിയുമാണ്. അതിൽ തന്നെ ഏറ്റവും വലിയ ചടങ്ങുകളൊക്കെ നടക്കുന്നത് ഒക്ടോബർ 2-ാം തീയതിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ മൈസൂർ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും നിങ്ങൾക്ക് ലൈറ്റിംഗ് ആണ്. അത്ര അടിപൊളിയാക്കിയിട്ട് ദീപാലങ്കൃതമാക്കി വെച്ചിട്ടുണ്ട് മൈസൂർ നഗരത്തിനെ. മൈസൂരിൻ്റെ ഏറ്റവും വലിയ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് ഈ ഒരു ദസറ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അതിന് ടൈറ്റിൽ കൊടുത്തത് വൊഡയാറിൻ്റെ മൈസൂർ എന്നായിരുന്നു. അതങ്ങനെ തന്നെയാണ്. കാരണം മൈസൂരിൻ്റെ ചരിത്രവും വർത്തമാനവും നിൽക്കുന്നത് വൊഡയാർ രാജവംശമായിട്ട് ബന്ധപ്പെട്ടാണ്. മൈസൂർ ഇന്ന് ലോക പ്രസിദ്ധമായിരിക്കുന്നതും ഈ മൈസൂർ ദസറ കൊണ്ടും ആ ഒരു വൊഡയാറിൻ്റെ കൊട്ടാരം കൊണ്ടും ഒക്കെയാണ്. അപ്പം നമുക്ക് കൊട്ടാരമൊക്കെ കാണാനുണ്ട്. ഒരുപാട് കാഴ്ചകൾ ദസറയായിട്ട് മൈസൂർ വന്നിട്ട് കാണേണ്ടതൊക്കെ നമ്മൾ കാണും. കഴിക്കേണ്ട കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ നമ്മൾ ടേസ്റ്റ് ചെയ്യും. മുന്നേ ഞാൻ വന്ന സമയത്ത് കഴിക്കാത്ത കുറച്ച് സാധനങ്ങളൊക്കെയാണ് ഇത്തവണ ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടിട്ട് വരണം. ഈ ഒരു റോഡിന്റെ 2 ഭാഗങ്ങളും കാണുന്നത് മുഴുവൻ ലൈറ്റിംഗ് ആണ്. സത്യം പറഞ്ഞാൽ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത പോലെയാണ്. ഇങ്ങനെ ആ ഒരു ഭംഗി കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഒന്ന് രാത്രിയായി കിട്ടണേ എന്നുള്ള ആഗ്രഹത്തിലാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും പകൽ കുറേ സമയമുള്ളത് കൊണ്ട് കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് മൈസൂരിലെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്തുക കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത്. അങ്ങനെ നമുക്ക് മെല്ലെ മെല്ലെ ഓരോ സാധനങ്ങളൊക്കെ കണ്ട് ഓരോ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്ത് അങ്ങനെ അപ്പോഴത്തേക്ക് വൈകുന്നേരം ആവും. പിന്നെ ഇന്നത്തെ ഒരു ഐക്കോണിക് എന്ന് പറയുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു ഡ്രോൺ ഷോ കാണാനുണ്ട്. നിങ്ങളെ അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ടിക്കറ്റ് എടുത്തത്. കാരണം എനിക്ക് കാണാനായിരുന്നെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ടിക്കറ്റ് എടുത്തത്. അപ്പോൾ ആ പാസ്സൊക്കെ പോയി വാങ്ങിക്കണം. കുറച്ച് കോസ്റ്റ്ലി ആണ് കേട്ടോ അവർ ഇത്ര പൈസ വാങ്ങുന്നത്. കാരണം അതിനൊരു വേറെ കാരണം കൂടിയുണ്ട്. വേൾഡ് ഗിന്നസ് റെക്കോർഡാണ് ഈ ഒരു ഡ്രോൺ ഷോയ്ക്ക്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണ് 3000 ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് നടത്തുന്ന ഒരു ഡ്രോൺ ഷോ ആണ്. അപ്പം അത്ര അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ്. പക്ഷെ അത് നടക്കുന്നത് ഇന്നല്ല, ഇന്ന് അതിൻ്റെ റിഹേഴ്സലാണ് കേട്ടോ. അതിൻ്റെ പാസ്സാണ് എനിക്ക് കിട്ടിയത്. ശരിക്കും അത് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒക്ടോബർ 1-ാം തീയതിയോ 2-ാം തീയതിയോ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോഴാണ് അത് നടക്കുന്നത്. 130 വർഷത്തെ പാരമ്പര്യവും ചരിത്രമുള്ള മൈസൂർ പാലസാണ് നിങ്ങളെ കാണുന്നത്. ഇതൊന്നുമല്ല മക്കളെ കാഴ്ച എന്ന് പറയുന്നത് രാത്രിയാണ്. രാത്രി നമുക്ക് ഇവിടെ വന്നിട്ട് അതിൻ്റെ ഒരു കാഴ്ച കാണാനുണ്ട്. എല്ലാ ആംഗിളിൽ നിന്നും എനിക്ക് പറ്റുന്ന എല്ലാ ആംഗിളിൽ നിന്നും ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാം. ഒറ്റയ്ക്കായതുകൊണ്ട് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്നാലും അതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ ഞാൻ ചെയ്യും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. അപ്പോൾ ഒരുപാട് കാഴ്ചകൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാനുണ്ട്. അപ്പം മുഴുവൻ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം മുഴുവൻ അടിപൊളിയാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ് നമ്മൾ ആ ഒരു ദോശ കഴിക്കാൻ വന്നിട്ടുള്ള ആ ഒരു ഹോട്ടലാണിത്, മൈലാരി അഗ്രഹാര. മൈലാരി പറയുന്നത് ഒരു കുടുംബത്തിൻ്റെ ടീമാണ് കേട്ടോ. അവർക്ക് മൊത്തം മൈസൂരിൽ 9 ഹോട്ടലുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ തവണ പോയത് മറ്റൊരു മൈലാരിയിലായിരുന്നു. അതുകൊണ്ടാണ് ഇത്തവണ ഇങ്ങോട്ട് വന്നത്. ഇതേപോലെയുള്ള ഇലയിലാണ് അവർ നമുക്ക് ദോശ കൊണ്ടുത്തരും. അടിയിൽ വേറെന്തോ ഒരു ഇലയുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മുടെ വാഴയില വെച്ചിട്ട് അതിലാണ് കൊണ്ടുവരിക. ഇപ്പം അത് കൊണ്ടുത്തരും. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഒരു മൈലാരി ദോശ എന്ന് പറയുന്നത്. ഇതിൻ്റെ മസാല കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആണ്. നല്ല ക്രിസ്പിയാണ്, നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. അവിടെ നമുക്ക് ചായയും കാപ്പിയും ഒന്നും കിട്ടാത്തതുകൊണ്ട് പുറത്തിറങ്ങി അവിടെ തന്നെ ഒരു കോഫി കട കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ഒരു കോഫി കൂടെ കുടിക്കാമെന്ന് വെച്ചതാണ്. ആ ചേട്ടൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു കേട്ടോ. പിന്നെ വീഡിയോയിൽ പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അത് അവിടെയായിരുന്നു നമ്മൾ കയറിയ ഹോട്ടൽ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് അതിന് ഒരു കോഫി ഷോപ്പ് ഉള്ളത്. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ഞാനിപ്പോൾ പോകുന്നത് ഇവിടുത്തെ ന്യൂ DC ഓഫീസിലോട്ടാണ്. അവിടെയാണ് നമ്മുടെ പാസ് അവർ ഇഷ്യൂ ചെയ്യുന്നത്. നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്ത പാസ് അവിടെ പോയിട്ട് നമ്മൾ വാങ്ങിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. ഇനി അവിടെ പോയിട്ട് പാസ് വാങ്ങിച്ചിട്ട് നമുക്ക് കുറച്ച് ഫുഡ് ഐറ്റംസ് കൂടി ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം. ഞാനിപ്പോൾ അവിടെ DC ഓഫീസിലോട്ട് വന്നതാണ്. എന്തിനാന്ന് വെച്ചാൽ നമ്മളെ ഡ്രോൺ ഷോൻ്റെ പാസ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്തിനാണ് ഞാൻ പാസ് എടുത്തതെന്ന് വെച്ചാൽ, പാസ് എടുത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റില്ല. ഇല്ലെങ്കിൽ പുറത്തുനിന്ന് കാണണം. അപ്പം പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മൾ വന്ന് കാണുവാണെങ്കിൽ പുറത്തുനിന്ന് കാണാനൊക്കെ പറ്റും. പക്ഷേ എനിക്ക് നിങ്ങളെ കാണിച്ചു തരണമെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ കയറിയാലേ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ പാസ്സൊക്കെ എടുത്തത്. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ്, നമ്മളിവിടുത്തെ ദസറയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ കംപ്ലീറ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഗ്രാംസ് കംപ്ലീറ്റ് നടക്കുന്നത് 1-ാം തീയതി 2-ാം തീയതിയാണ്. അതായത് ഇന്ന് നമ്മൾ കാണുന്ന ഈ ഡ്രോൺ ഷോ എന്നൊക്കെ പറയുന്നത് റിഹേഴ്സലാണ്. അപ്പോൾ ആലോചിച്ച് റിഹേഴ്സൽ കാണാനാണ് ഞാൻ വന്നത്. അപ്പം നിങ്ങൾക്ക് 1-ാം തീയതി 2-ാം തീയതി വന്നാൽ എന്തൊക്കെ കാണാൻ പറ്റും, എങ്ങനെയൊക്കെ കാണാൻ പറ്റും, എന്താണ് ഈ ദസറയുടെ ഹിസ്റ്ററി, എങ്ങനെയാണ് ഇത് തുടങ്ങിയത്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതിൻ്റെ കൂടെ നമ്മളിന്ന് കുറേ ഫുഡ് സ്പോട്ട്, ഇന്ന് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ പോയതും ഒരു സ്ഥലം സെലക്ട് ചെയ്ത് പോയതാണ്. അതുപോലെയുള്ള കുറേ ഫുഡ് സ്പോട്ട് ഉണ്ട് ഇവിടെ. അങ്ങനത്തെ കുറേ ഫുഡ് സ്പോട്ടും ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പിന്നെ മുന്നേ നമ്മൾ മൈസൂരിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, വടയാറിൻ്റെ മൈസൂർ എന്ന് പറഞ്ഞിട്ട്. അതെൻ്റെ ചാനലിൽ കിടക്കുന്നുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ പിൻ ചെയ്ത് വെച്ചേക്കാം. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ മൈസൂർ വന്നാൽ ഒരു ദിവസം കൊണ്ട് എവിടെയൊക്കെ കവർ ചെയ്യാൻ പറ്റുന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ കാണാത്തവരൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ പാസ്. അപ്പം നമുക്ക് വൈകിട്ട് 4 മണിക്കാണ് അവിടെ ഗേറ്റ് ഓപ്പൺ ആവുക. കണ്ടോ, 1000 രൂപ ഇവർ റിഹേഴ്സലിന് വാങ്ങിക്കുന്നുണ്ട്. ഞാനത് എടുത്ത് തന്നെ നിങ്ങൾക്കത് കുറച്ചുകൂടി അടിപൊളിയായിട്ട് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കറക്റ്റ് 4 മണിയാകുമ്പം പോയിട്ട് അവിടെ അകത്ത് കയറണം. അതിൻ്റെ മുന്നേ ഈ പറഞ്ഞ പോലെ ഞാൻ നിങ്ങൾക്ക് കുറേ ഫുഡ് സ്പോട്ടും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഇവിടെ രാത്രിയായാലും കേട്ടോ അതിൻ്റെയൊക്കെ ഭംഗി. ഇവിടെ മൈസൂർ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട്. അതിൻ്റെ പേരാണ് മുംബൈ സർബത്ത്. അത് കിട്ടുന്നൊരു കടയും ഉണ്ട് ഇവിടെ. നമുക്ക് അവിടെ പോയിട്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഒരുപാട് പേരിൽ റീലിലും ഒക്കെ ട്രൈ ചെയ്തൊരു സാധനമാണ്. അവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞൊരു ഐറ്റമാണ്. അപ്പോൾ ഞാനും ഇതുവരെ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് നമുക്ക് ആ ഒരു മുംബൈ സർബത്ത് ഒന്ന് ട്രൈ ചെയ്യാം. എന്നിട്ട് നോക്കാം എങ്ങനെയുണ്ട്, ഓവർ റേറ്റഡ് ആണോ, എന്താണ് അതിൻ്റെ അവസ്ഥ എന്നൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാണ് ആ ഒരു കട എന്ന് പറയുന്നത്, അലി കോർണർ. ചെറിയ കടയാണെങ്കിലും സംഭവം നല്ല ഫേമസ് ആണ്. ഒരുപാട് പേര് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പാണിത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള ആ മുംബൈ സർബത്ത് ഒന്ന് ട്രൈ ചെയ്യാം. സംഭവം ആൾക്കാർ പറയുന്നൊന്നും വെറുതെ അല്ല, അടിപൊളി സാധനമാണ്. ഒരുപാട് നട്ട്സൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റുള്ള സാധനമാണ്. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇത് എന്തായാലും. രാവിലെ ഒരു മഴയുടെ കാലാവസ്ഥയൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കംപ്ലീറ്റ് മാറി. നല്ല ചൂടും നല്ല വെയിലും ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നേരം എവിടെയെങ്കിലും പോയിട്ട് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ഒരു പ്ലാറ്റ്ഫോം ടിക്കറ്റ് അങ്ങ് എടുത്തിട്ട് അകത്ത് കയറി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പം വിചാരിക്കുന്നത്. അല്ലാണ്ട് ഇപ്പോൾ ഇവിടെ ബാക്കി എവിടെ പോയാലും നല്ല തിരക്കാണ്. ഇത് കണ്ടോ, മൈസൂർ സ്റ്റേഷൻ്റെ മുന്നിലായിട്ട് ഇതിങ്ങനെ ഒരു പഴയ ട്രെയിനിൻ്റെ ഒരു ലോക്കോമോട്ടീവ് ഇവിടെ സ്റ്റഫ് ചെയ്ത് വെച്ചാണ്. അപ്പം ഞാൻ അകത്തൊക്കെ കയറി കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അപ്പോൾ സമയം എന്തായാലും ഉച്ചയായി. ഇനിയിപ്പം പോയിട്ട് ഭക്ഷണം കഴിക്കണം. അതും ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ഇത്തവണ ട്രൈ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ സംഭവം എന്ന്. ഇതാണ് നമ്മൾ വന്ന ഹോട്ടല്. ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മട്ടൻ പുലാവ്. അത് ട്രൈ ചെയ്യാനാണ് ഞാനിങ്ങോട്ട് വന്നത്. നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തൊരു ഐറ്റം കൂടിയത്. ഐറ്റം വന്നിട്ടുണ്ട്. നമുക്ക് കാണുന്ന സമയത്ത് ഈ ഒരു കളറും സംഭവമൊക്കെ കാണുമ്പം ടേസ്റ്റുള്ള ഒരു ഐറ്റം ആണോ എന്ന് തോന്നുമെങ്കിലും നല്ല ടേസ്റ്റൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. കാരണം നമ്മുടെ മട്ടൻ്റെ സ്റ്റോക്ക് കുറച്ച് അതിൻ്റെ ഒരു ഫ്ലേവർ കുറച്ച് കയറി നിൽക്കുന്നുണ്ട്. പിന്നെ അധികം സ്പൈസി ഒന്നുമല്ല. അപ്പം നമുക്ക് ആ മട്ടൻ്റെ ടേസ്റ്റ് കറക്റ്റ് കിട്ടും. അത് ഇഷ്ടമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും. അവർ ഇലയിലാണ് സെർവ് ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ പുതിന ചട്നിയും അതുപോലെ തന്നെ സലാഡുമാണ് ഉള്ളത്. ഈ ഒരു മീറ്റൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. നല്ല പൂ പോലെ എന്നൊക്കെ പറയില്ല, നമ്മുടെ ഫിറോസ് ഖാൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൂ പോലെ വെന്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ഐറ്റമാണ്. സംഭവം കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ വരുമ്പോൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അവിടെ തന്നെയുള്ള മറ്റൊരു ഐറ്റമാണ് ഈ ഒരു ത്രിവേണി സ്വീറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഗുലാബ് ജാമുന്, പഴം, പിന്നെ മധുരത്തിന് വേണ്ടിയിട്ട് വേറെ ഐറ്റം, അങ്ങനെ കുറേ സാധനങ്ങൾ മിക്സ് ചെയ്തിട്ട് ആണിത് നമുക്ക് തരുന്നത്. അതിൻ്റെ കൂടെ ഐസ്ക്രീം ഉണ്ട്. പിന്നെ നമ്മുടെ മൈസൂർ പാക്കിൻ്റെ ഒരു പീസ് പൊടിച്ചിടും. അങ്ങനെ കുറേ ഐറ്റംസ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. നമ്മൾ ബാംഗ്ലൂർ പോയ സമയത്ത് ഈ ഐറ്റം ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷെ അന്ന് നടന്നില്ല. അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്ക് നല്ല സ്വീറ്റാണ്. അപ്പം കയറി നിൽക്കുന്ന മധുരമൊന്നും നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടോളന്നില്ല. കാരണം എല്ലാ മധുരത്തിൻ്റെ എക്സ്ട്രീം ഐറ്റംസും കൂടെ മിക്സ് ചെയ്തിട്ടാണല്ലോ തരുന്നത്. പിന്നെ ഒരു സാധനം എൻ്റെ അടുത്ത് വിട്ടുപോയി, ട്യൂട്ടി ഫ്രൂട്ടി, അതും കൂടെ ഇട്ടിട്ടാണ് കിട്ടുന്നത്. നേരത്തെ നമ്മൾ മൈലാരി ദോശയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഹോട്ടലിൻ്റെ പേരാണ് ഹോട്ടൽ ഹനുമന്ത്. ഇതും ഇവിടെ കുറേ ഉണ്ട്. നമുക്ക് കുറേ സ്ഥലങ്ങൾ ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലും നിങ്ങൾ പോയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഈ ഒരു ഹോട്ടലിൻ്റെ പേര് മറന്നുകൊണ്ട, ഹോട്ടൽ ഹനുമന്തു. അങ്ങനെ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്തു. ഒക്കെ അടിപൊളിയായിരുന്നു. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട മെയിൻ ചാപ്റ്ററിലോട്ട് കടക്കാൻ പോവുകയാണ്. നേരെ പോകുന്നത് പാലസിലോട്ടാണ്. പകൽ സമയത്ത് അവിടുത്തെ കുറച്ച് കാഴ്ചകളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അവിടെ പോയാൽ പകൽ എങ്ങനെയുണ്ട്, രാത്രി എങ്ങനെയുണ്ട് ഡിഫറൻറ്റ് മനസ്സിലാവുമല്ലോ. ഞാൻ അവിടുന്ന് നേരെ കൊട്ടാരത്തിൻ്റെ ഉള്ളിലോട്ട് വന്നതാണ്. ഇവിടെ ഒക്ടോബർ മാസത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1-ാം തീയതിയും 2-ാം തീയതിയാണ് ദസറയുടെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളൊക്കെ നടക്കുന്നത്. അതിൻ്റെ ചടങ്ങുകൾ കാണാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു വേദി ഇവിടെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കൊട്ടാരത്തിൻ്റെ മുന്നിലായിട്ട് അവിടെ അതിൻ്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇവിടെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വേദി വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ തൈക്കുടം ബ്രിഡ്ജിൻ്റെ ഒക്കെ പ്രോഗ്രാം നടന്നത് ഈ ഒരു വേദിയിലായിരുന്നു.
മുന്നേ ഞാനിവിടെ വന്ന സമയത്ത് നമ്മൾ കൊട്ടാരത്തിൻ്റെ ഉള്ളിലൊക്കെ കയറി കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ജഗൻമോഹൻ പാലസിലൊക്കെ അന്ന് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണുന്നത് നല്ലതാണ്. എൻ്റെ ചാനലിൽ വൊഡയാറിൻ്റെ മൈസൂർ എന്ന് പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ഇപ്പോഴും കിടക്കുന്നുണ്ട്. ഇതാണ് ഈ കൊട്ടാരത്തിൻ്റെ മെയിൻ ഗേറ്റ് വരുന്നത്. രാത്രി സമയത്ത് നമ്മൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ വേറെ തന്നെ ആയിരിക്കും. അതുപോലെ പാലസിൻ്റെ പാർക്കിങ്ങിനോട് ചേർന്ന് റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഈ ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ എക്സിബിഷൻ നടക്കുന്നത്. അകത്ത് 40 രൂപയാണ് നമുക്ക് കയറി കാണാൻ. നമ്മൾ അകത്തോട്ട് കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇതുപോലെ ലൈറ്റിങ്ങിനുള്ള പരിപാടിയൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് രാത്രിയേ കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് ഷോപ്പിങ്ങിനുള്ള ഐറ്റംസും ഫുഡ് ഐറ്റംസും ഒക്കെ വേറെ വേറെ സെക്ഷനായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവിടെ ടേസ്റ്റ് ചെയ്യാനുള്ള സൗകര്യവും പിന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യവും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള അവിടെ ഒരു ഗെയിം സോണും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ ഉള്ളിലായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 3:30 ആയ സമയത്ത് അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമ്മുടെ 4 മണിക്കാണ് നമ്മുടെ ഡ്രോൺ ഷോൻ്റെ അവിടെ ഗേറ്റൊക്കെ അവർ ഓപ്പൺ ചെയ്യുക. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ അവിടെ പോയാൽ നമുക്ക് നല്ല സീറ്റൊക്കെ നോക്കി ഇരിക്കാമല്ലോ. പിന്നെ അവിടെ എത്രത്തോളം തിരക്കുണ്ടാവുമെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ നമ്മുടെ പാലസിൻ്റെ അടുത്ത് നിന്ന് ഒരു 5.5 കിലോമീറ്റർ ദൂരെയായിട്ട് ബെന്നിമണ്ഡപ ഗ്രൗണ്ടിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു വേദി അവിടെയാണ്. ബാക്കിയൊക്കെ നമ്മുടെ പാലസിനോട് ചേർന്നാണെങ്കിലും ഈ ഡ്രോൺ ഷോയും കഴിഞ്ഞ ദിവസം നടന്ന എയർ ഷോ ഒക്കെ നടക്കുന്ന അത് അവിടെയായിട്ടാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 5.5 കിലോമീറ്റർ ഉള്ളതുകൊണ്ട് തന്നെ ഒരു 3:30 തന്നെ ഞാൻ ഇറങ്ങി. കാരണം ചില സമയത്ത് പോകുന്ന വഴി തിരക്കൊക്കെ ആണെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോകും. അപ്പം കറക്റ്റ് ടൈമിന് തന്നെ അവിടെ എത്താമെന്ന് വിചാരിച്ചിട്ട് നേരത്തെ എത്താമല്ലോ. പിന്നീടൊക്കെ തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത്. ഇതാണ് ബെന്നിമണ്ഡപ ഗ്രൗണ്ട് വരുന്നത്. ഇവിടെയൊക്കെ രാത്രിയാണ് കേട്ടോ ഇതിൻ്റെ ഒക്കെ മൊത്തം കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ ലൈറ്റിങ്ങുള്ള സെറ്റപ്പാണ്. ഇനി നമുക്ക് ഇവിടുന്ന് അവിടെ ലൈനൊക്കെ നിൽക്കുന്നുണ്ട് ആൾക്കാർ. ഓരോ സെക്ഷനായിട്ടാണ്. നമുക്കിനി അവിടെ പോയിട്ട് അകത്തോട്ട് കയറാം. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു ഇവിടെ എയർ ഷോൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു എന്ന്. അന്ന് നല്ല രീതിയിൽ നമുക്കത് കാണാൻ പറ്റുമായിരുന്നു. ഇന്നും അതിൻ്റെ ചെറിയ രീതിയിലുള്ള പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ പുറത്ത് നിൽക്കുന്ന സമയത്ത് മുകളിലൂടെ ഈ ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് നമ്മൾ കേട്ടിരുന്നു. അതാണ് നിങ്ങളെ കാണുന്നത്. ഇതൊക്കെ 1-ാം തീയതി 2-ാം തീയതിയാണ്. ഒക്ടോബർ 1-ാം തീയതി 2-ാം തീയതിയാണ് ഈ കാഴ്ചകൾ മൊത്തം നിങ്ങൾക്ക് വന്നാൽ കാണാൻ പറ്റുക. ഇവിടെ ഇപ്പോൾ ഗ്രൗണ്ടിൻ്റെ അകത്തായിട്ട് ഇതേപോലെ തന്നെ 1-ാം തീയതി 2-ാം തീയതി നടക്കുന്ന പോലീസ് പരേഡിൻ്റെ ഒക്കെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാഴ്ചയെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരത്തെ വന്നതുകൊണ്ട് അതുകൂടെ കാണാൻ പറ്റി. അതുപോലെ ഈ ഒരു മൈസൂർ ദസറയുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ 15-ാം നൂറ്റാണ്ടിൽ വിജയനഗര രാജാക്കന്മാരുടെ ഭരണകാലത്താണ് ആദ്യമായിട്ട് ദസറ ആഘോഷങ്ങളൊക്കെ ഇങ്ങനെ വിപുലമായിട്ടൊക്കെ തുടങ്ങുന്നത്. സത്യത്തിൽ ഈ മൈസൂരല്ല, വിജയനഗര രാജാക്കന്മാർ അവിടെ ഹംപിയിലൊക്കെ ആയിരുന്നു ഇതിന്റെ ആദ്യകാല ആഘോഷങ്ങളൊക്കെ നടന്നിരുന്നത്. ഞാൻ ഹംപി പോയ സമയത്ത് അതിന്റെ വീഡിയോ 2 പാർട്ടായിട്ട് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അതും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പൊ പറഞ്ഞു വന്നത് അവിടെ ഉണ്ടായിരുന്ന ദസറ ആഘോഷങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ 14-ാം നൂറ്റാണ്ടിലും 15-ാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അവിടെ ഹംപിയിൽ ഹസാര രാമക്ഷേത്രത്തിന്റെ പുറത്തെ ചുമരുകളിൽ നിന്ന് അവിടെ നടന്നിരുന്ന ആ കാലത്ത് നടന്നിരുന്ന ദസറ ആഘോഷങ്ങളുടെ ഒക്കെ രേഖകള് ചിത്രങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ നാട്ടിൽ നമ്മൾ നവരാത്രി എന്ന് പറയുന്നതിനെ തന്നെയാണ് മൈസൂരിലും നോർത്തിലൊക്കെ ദസറയായിട്ട് കാണുന്നത്. ഈ ദസറ എന്താന്ന് പറഞ്ഞാല് തിന്മയുടെ മേല് നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഒരു ആഘോഷമാണ്. അതായത് മഹിഷാസുരനെ ദേവി, അതായത് ദേവി എന്ന് പറയുമ്പം ഇവിടെ മൈസൂർ അവർ ചാമുണ്ടേശ്വരിനെയാണ് കാണുന്നത്. നമ്മൾ ദുർഗ എന്ന് പറയും. ദുർഗാദേവി വധിച്ച ദിവസമാണ് നവരാത്രിയിൽ ആഘോഷിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് മഹാനവമിയും വിജയദശമിയായിട്ടാണ്. ആ വിജയദശമിയാണ് ശരിക്ക് ആ ഒരു വിജയത്തെ സൂചിപ്പിക്കുന്നത്. ഇവിടെ മൈസൂരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ചാമുണ്ഡി ഹിൽസിലുള്ള ചാമുണ്ടേശ്വരി ക്ഷേത്രം. ഈ ചാമുണ്ടേശ്വരി ദേവീനെ ഇവിടുത്തെ സംസ്ഥാന ദേവതയായിട്ടാണ് ഈ കർണാടകക്കാർ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ താമസിച്ചിരുന്ന മഹിഷാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ ദേവി വധിച്ചതിൽ നിന്നാണ് മൈസൂരിന് അങ്ങനെ ഒരു പേര് പോലും ലഭിക്കുന്നത്. അങ്ങനെ ആ ഒരു പാരമ്പര്യത്തിലാണ് ഈ ഒരു ഉത്സവം അത്ര വലിയ പ്രാധാന്യത്തോടുകൂടി മൈസൂരുകാർ കാണുന്നത്. സംസ്ഥാനത്തിന്റെ വാള്, ആയുധങ്ങള്, ആനകള്, കുതിരകള്, ദേവീനെ വിഷ്ണു അവതാരമായ രാമന്റെ കൂടെ പ്രധാനപ്പെട്ട ഘോഷയാത്രകളൊക്കെ ആയിട്ട് മൈസൂർ രാജാക്കന്മാർ നടത്തി വന്ന വലിയ ചടങ്ങുകളാണ് ഇന്നും തുടർന്നു പോകുന്നത്. ഇറ്റാലിയൻ സഞ്ചാരിയായിരുന്ന നിക്കോളോ ഡി കോണ്ടി
ഇവിടെ മൈസൂർ വരികയും അദ്ദേഹം ഇവിടുത്തെ ദസറയിൽ പങ്കെടുത്ത ശേഷം താൻ ലോകത്ത് കണ്ട ഏറ്റവും മഹത്തായ ചടങ്ങുകളിൽ ഒന്നാണ് എന്നാണ് അദ്ദേഹം ഇവിടുത്തെ ദസറ പരിപാടികളെ വിശേഷിപ്പിച്ചത്. അത്ര പ്രാധാന്യത്തോടു കൂടി ആ കാലഘട്ടം മുതൽ നടന്നു വന്ന വലിയൊരു ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് മൈസൂരുകാർക്ക് ഇവിടുത്തെ ദസറ. 14-ാം നൂറ്റാണ്ടിൽ വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് ആരംഭിച്ച ഈ ഒരു ആഘോഷങ്ങള് പിന്നീട് ഡക്കാൻ സുൽത്താനേറ്റുകളുടെ ഭരണം പിടിച്ചെടുത്ത ശേഷവും നടന്നിരുന്നു എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ മനസ്സിലാവും. എന്നാൽ ഈ മൈസൂരിലെ വൊഡയാർ രാജാക്കന്മാർ 1610 മുതലാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന രീതിയിൽ മൈസൂർ ദസറയുടെ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയത്. ഇനിയിപ്പോൾ നമുക്ക് ഈ വേദിയിൽ ഡ്രോൺ ഷോയ്ക്ക് മുന്നേ ആയിട്ട് ഒരു മ്യൂസിക്കൽ പ്രോഗ്രാമാണ് നടക്കാനുള്ളത്. ഇവിടെ കർണാടകക്കാർക്ക് പുനിത് രാജകുമാറിനോടുള്ള സ്നേഹം എത്ര വലുതാന്ന് നമുക്കറിയാം. അവർ സ്നേഹത്തോടെ അപ്പുസാർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ പാട്ട് പാടിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു മ്യൂസിക്കൽ പ്രോഗ്രാം ഇവിടെ തുടങ്ങുന്നതും. അതുകൊണ്ടാണ് ഇത്രയധികം ആളുകൾ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിക്കൊണ്ട് ആ ഒരു പാട്ടിനെ സ്വീകരിക്കുന്നതും. पुण्यनाम धाति पाप धर्म रूप दैत्य कुल ध्वंसनाम नित्य भजित सीता सहित भारत निज आत्म रामा 1 2 3 go राम 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 अयोध्यापति श्री रामचंद्र महाराज की राम 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 come on ಎರಡು ಕೈ ಮೇಲೆ ಇಡಿ ಮೈಸೂರು ಎರಡು ಕೈ ಮೇಲೆ ಒಂದು ಸಿಂಹ ಗರ್ಜನೆ ಬರಲಿ ಮೈಸೂರು അങ്ങനെ ഇവിടുത്തെ മ്യൂസിക് പ്രോഗ്രാം ഒക്കെ ഇതാ അവസാനിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ കാത്തിരുന്ന ഡ്രോൺ ഷോ ആണ് വരാൻ പോകുന്നത്. അതിൻ്റെ അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരോടും അവർ ഫ്ലാഷ് ലൈറ്റ് ഒന്ന് ഓണാക്കി വെക്കാൻ പറഞ്ഞതാണ്. ഇപ്പോൾ തുടങ്ങും നമ്മുടെ ഡ്രോൺ ഷോ. നമ്മൾ വെയിറ്റ് ചെയ്ത ഡ്രോൺ ഷോ ഇവിടെ തുടങ്ങാൻ പോവാണ്. ഇതാ അവിടെ തുടങ്ങിയിട്ടുണ്ട്. ഇതാ നിങ്ങൾക്ക് ആ സൈഡിൽ കാണാം. അവിടെ നമ്മുടെ ഡ്രോൺ ഷോ ആരംഭിച്ചു. ഗിന്നസ് റെക്കോർഡാണ്. 3000 ഡ്രോണുകൾ കൊണ്ടുള്ള അതിമനോഹരമായിട്ടുള്ള, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഡ്രോൺ ഷോ നടക്കുന്നത്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ എനിക്കൊന്നും പറയാനില്ല, നിങ്ങൾക്ക് കാണാനാണുള്ളത്. അതുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള ഡ്രോൺ ഷോ നിങ്ങളും കൂടി ഇതാ കാണുക.
3000 ഡ്രോണുകൾ ഉപയോഗിച്ച് നടത്തിയ മനോഹരമായിട്ടുള്ള ഒരു ഡ്രോൺ ഷോ ആണ് നമ്മൾ കണ്ടത്. 2D അല്ല 3D എഫക്റ്റുള്ള ഡ്രോൺ ഷോ ആണ്. നിങ്ങൾ ഈ ക്യാമറയിലൂടെ കാണുന്നതിൻ്റെ ഒരു 10 ഇരട്ടി, ഉറപ്പിച്ച് ഞാൻ പറയുകയാണ്, 10 ഇരട്ടി മനോഹരമായ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ നിങ്ങൾക്കിത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒക്ടോബർ 1-ാം തീയതിയോ 2-ാം തീയതിയോ നിങ്ങൾ മൈസൂർ വന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദസറയുടെ സൈറ്റിൽ നിങ്ങൾ മൈസൂർ ദസറ ടിക്കറ്റ്സ് അടിച്ചു കഴിഞ്ഞാൽ ആ സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ഇതിൻ്റെ ടിക്കറ്റും കിട്ടും. അങ്ങനെ അത്ര അടിപൊളിയായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. മനോഹരമായൊരു ഡ്രോൺ ഷോ ആയിരുന്നു. അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്താ പറയേണ്ടത്, ഞാൻ വണ്ടർ അടിച്ചിരുന്നു. അത്ര അടിപൊളിയായിട്ടുള്ള ഡ്രോൺ ഷോ ആണ് അവരിപ്പോൾ അവസാനിപ്പിച്ചത്. എത്ര പേരുടെ എഫേർട്ടാണ്, എത്ര പേരായിരിക്കും ഇതിനു വേണ്ടിയിട്ട് അധ്വാനിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അടിപൊളിയായിരുന്നു എന്തായാലും. അങ്ങനെ ഡ്രോൺ ഷോ ഒക്കെ കണ്ട് പുറത്തോട്ട് ഇറങ്ങി ഞാനിപ്പോൾ ആ വണ്ടർ അടിച്ച് നിൽക്കുകയാണ്. ഇനി നമുക്ക് മൈസൂരിൻ്റെ ഒരു ഭംഗി കാണാം. നമ്മൾ രാവിലെ പറഞ്ഞതില്ലേ, മൈസൂർ രാത്രി ആ ഒരു ഭംഗി നിങ്ങൾക്ക് ഞാൻ കാണിച്ചത്. നേരെ സ്റ്റേഡിയത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴുള്ള കാഴ്ചയാണ്. അകത്തായിരുന്നു ഡ്രോൺ ഷോ. ഞാൻ അകത്തോട്ട് കയറുമ്പോൾ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു പുറത്തുള്ള ഭംഗി നിങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്ത് കാണാമെന്ന്. അടിപൊളിയായിട്ട് ആ ഡ്രോൺ ഷോ കണ്ട് ഇറങ്ങിയതിൻ്റെ തിരക്കാണ് ഈ കാണുന്നത്. മനോഹരമായി ഈ കാഴ്ചകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഒക്ടോബർ 1-ാം തീയതിയോ 2-ാം തീയതിയോ നിങ്ങൾ മൈസൂർ എത്തിയാൽ ഈ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. നല്ല തിരക്കാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പാലസിൻ്റെ അങ്ങോട്ട് നമ്മൾ നടന്ന് തന്നെ പോകേണ്ടി വരും. ഞാൻ കുറേ തവണ ഊബറൊക്കെ ട്രൈ ചെയ്യുന്നുണ്ട്, ഒന്നും കിട്ടുന്നില്ല. അപ്പം എന്തായാലും നമുക്ക് അങ്ങോട്ട് പോവാം. ഞാൻ അവിടെ സ്റ്റേഡിയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു 5.5 കിലോമീറ്റർ നടന്നിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. പക്ഷേ ഈ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാതിരുന്നാൽ എങ്ങനെയാണെന്നുള്ളത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടിയാലും അതൊക്കെ എടുക്കാന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. കാലൊക്കെ നല്ല അവസ്ഥയായിട്ടുണ്ട് അത്രയും ദൂരം നടന്നു വന്നതുകൊണ്ട്. പിന്നെ നല്ല പൊടിയുണ്ട് ഇവിടെ. ആ പൊടി അടിച്ചിട്ടുള്ള പ്രശ്നം കൂടെ ഉണ്ട്. എന്തായാലും ഈ മനോഹരമായ രാത്രിയിലെ നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ് ഇനി നമുക്കിവിടെ കാണാനുള്ളത്. ഇനി ഇവിടുന്ന് നമ്മൾ പാലസിൻ്റെ അകത്തോട്ടൊന്ന് കയറിയാൽ പിന്നെ കഥ വീണ്ടും മാറി. മൊത്തം നല്ല തിരക്കാണ്, ഫുൾ ബ്ലോക്കാണ്. ആളുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒഴുകി വരികയാണ്. പല ഭാഗങ്ങളിലും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ല തിരക്കാണ്. ഇനിയിപ്പോൾ പാലസിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിനേക്കാളും ഇരട്ടി തിരക്കായിരിക്കും അവിടെ. നിങ്ങൾക്കിവിടെ ദസറയുടെ ഒരു വലിയ ബോർഡൊക്കെ വെച്ചത് കാണാം. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പാലസിൻ്റെ അകത്തോട്ട് പോവാം. 130 വർഷം പഴക്കമുള്ള ഒരു കൊട്ടാരാണ് നിങ്ങൾ കാണുന്നത്. 130 വർഷത്തെ ചരിത്രം പേര് നിൽക്കുന്ന മൈസൂരിന്റെ വൊഡയാർമാരുടെ കൊട്ടാരം. ಹಾಗಾಗಿ ಹಾಡು ಕೇಳಲೇಬೇಕ್ರಿ. ಸೊ ಆ ಹಾಡು ಆಡ್ಲಿಕ್ಕೆ എന്ത് മനോഹരമായൊരു കാഴ്ചയാണ് നിങ്ങൾ ഈ കാണുന്നതെന്ന് ആലോചിച്ച് നോക്ക്. രാവിലെ മുതൽ കുറേ ഫുഡ് നമ്മൾ ടേസ്റ്റ് ചെയ്തു. മനോഹരമായിട്ടുള്ള കുറേ കാഴ്ചകൾ കണ്ടു. ഇതിലും മനോഹരമായി നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് കാണിച്ചു തരാൻ മറ്റൊന്നില്ല. അപ്പോൾ ഈ ഒരു മനോഹരമായ കൊട്ടാരത്തിൻ്റെയും ഇവിടുത്തെ മൈസൂരിൻ്റെയും കാഴ്ചകളോടുകൂടി ഞാനിതാ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട മനസ്സ് നിറഞ്ഞ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ എന്തായാലും നിങ്ങൾ പറയണം. അപ്പം മനോഹരമായ വീണ്ടും ഒരുപാട് യാത്രകളുടെ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.